ഇതിൽ ഞാൻ ജസ്റ്റ് സേ ഹായ് ബോലോ. മണിക്കൂർ ദിവസമാണ് ഈ ഒരു ഭാഗത്തോട്ട് ഉള്ളത്. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ യാത്ര കാസർഗോഡ് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട മലയോര പട്ടണങ്ങളിലൊന്നായ ചുള്ളിക്കര ഭാഗത്തോട്ടാണ്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് 42 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ കോടൂം ബേളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള ചുള്ളിക്കര ഭാഗത്തോട്ട് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അല്ലയോ നിങ്ങൾക്ക് സുഖം? വീഡിയോയിൽ നിൽക്കുന്ന അപ്പോൾ വീട് എൻ്റെ എളിയുണ്ട്. അപ്പോൾ എളിയ നിൽക്കുന്നതില്ലെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പിന്നെ ഇതിനോട് ഷൂട്ട് ചെയ്ത് നിൽക്കുന്ന ഇല്ലല്ലോ. ഹിയർ ഓൺ മൈ ഹോം ടൗൺ ബദിയെടുക്കാം. അപ്പോൾ ഡിഡ് യു സീ ബിഫോർ? ഞാൻ പോട്ടെ. അപ്പോൾ ഇതെപ്പോൾ തുടങ്ങിയത്? എപ്പോൾ തുടങ്ങിയ? അതിനെത്ര ഈ കുക്കുംബറിൻ്റെ ഭാഗമുണ്ടല്ലോ, അത് ഉൾപ്പെടാകത്തുനിന്ന് ഇങ്ങനെ വന്നിരിക്കാം. ഉള്ളിലത്തേക്ക് വന്ന ബസ്സാണ് മറ്റേ VP ട്രാവൽസ്. അപ്പോൾ ഡയറക്റ്റ് അപ്പോൾ നമുക്ക് മടിക്കേരി ഭാഗത്തോട്ടേക്ക് ബസ് ഉണ്ടാവില്ല. അപ്പോൾ സുള്ളിയത്ത് പോയതിന് ശേഷം ആടുന്ന് പിന്നീട് നമുക്ക് പോകേണ്ടത്. മോർണിംഗ് 9 മണിയോട് കൂടി തന്നെ നല്ല പോലെ ആക്റ്റീവായിട്ട് ഈ ഒരു ടൗൺ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാട് പൂ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം നമുക്ക് യാത്ര തുടരാം. അപ്പോൾ നമുക്ക് നല്ലൊരു വെജിറ്റബിൾ ആയിട്ടുള്ള ഒരു ഹോട്ടൽ ആദ്യം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ. എൻ്റെ ഈ ഒരു ചുള്ളിക്കര യാത്ര കാസർഗോഡ് ടൗണ് ടച്ച് ചെയ്യാണ്ടാണ്. കാരണം എനിക്ക് കാസർഗോഡ് ഭാഗത്ത് വന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ ചെർക്കളം ഭാഗത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഒരുപാട് കണ്ണൂർ ഭാഗത്തോട്ട് വന്ന ട്രാൻസ്പോർട്ട് ബസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കാഞ്ഞങ്ങാട് ടച്ച് ചെയ്യാണ്ട് തന്നെ നമുക്ക് മാവുങ്കാലിൽ ജംഗ്ഷനിൽ ഇറങ്ങിയാൽ മതി. അപ്പോൾ നമുക്ക് ടിക്കറ്റും നമ്മുടെ ലാഭവും പിന്നെ കുറച്ചും കൂടി അടുത്തിട്ടാവും. പിൻവാതിലിലൂടെയാണ് ഞാൻ ഈ ഒരു ഹോട്ടലിൻ്റെ അകത്തോട്ട് പ്രവേശിച്ചിട്ടുള്ളത്. എല്ലാം എൻ്റെ പഴയ സുഹൃത്തുക്കളാണ്. എവിടെ പോന്നെ? പണിക്ക് വന്നേ. ചായ കുടിക്കാം? ഞാൻ രാവിലെ കഴിച്ചില്ല. അപ്പോൾ അതിനോട് ചായലും കുടിച്ചിട്ട് പോകാൻ വേറെ കുറച്ച് ലോങ് പോകുന്നുണ്ട്. അതെ, കുടിക്കാം? ചായ കുടിക്കുന്ന? കുടിച്ചാ? കഴിക്കാൻ എന്തുണ്ട് മോർണിംഗിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്? വട, സാമ്പാർ, ഇടിയപ്പം, പാലുണ്ട്, ബൺസ്, പൂരി, ബാജി, ചീര. എന്നെങ്കിൽ എനിക്ക് ഇഡ്ഡലി സാമ്പാർ ഇല്ലാന്ന് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ ഇഡ്ഡലിയും ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത് സാമ്പാർ, കൂടെ ചട്നി ഉണ്ട്. ഫൈനലി അപ്പോൾ ഞാൻ ചായയെല്ലാം കുടിച്ചിട്ടായിട്ട് അപ്പോൾ നമുക്ക് ഒന്ന് ഇഡ്ഡലീൻ്റെ ഒന്ന് പേയ്മെൻ്റ് എല്ലാം ചെയ്യാം. എത്ര ഏട്ടാ ഇഡ്ഡലീൻ്റെ? എത്ര? 25. ഓക്കെ, 25 രൂപയാണ്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നേരെ ബസ് സ്റ്റാൻഡ് ഭാഗത്തോട്ട് വന്നത്. ഇതാ എനിക്ക് പോകേണ്ട ബസ് ഇതാ ഇവിടെ കിടക്കുന്ന കാസർഗോഡ് ഭാഗത്തുള്ള ബസ്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള KSRTC കാസർഗോഡ് ഭാഗത്തു നിന്ന് നേരെ പുത്തൂർ കർണാടക ഭാഗത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് തയ്യാറെടുപ്പിലാണുള്ളത്. തൊട്ടപ്പുറത്തുള്ള ബസ് കുമ്പളയിൽ നിന്ന് നേരെ മുള്ളേരിയം ഭാഗത്തോട്ട്. ഇനിയിപ്പം എനിക്ക് ഈ ഒരു ബസ്സിലാണ് ചെർക്കളം ഭാഗത്തോട്ട് പോകേണ്ടത്. അപ്പോൾ ഞാൻ ചെർക്കളം ഭാഗത്തോട്ട് പോകുന്ന വഴിയിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ മുൻ വീഡിയോയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അത് കാരണം ഞാൻ ഈ ഒരു വഴിയിലുള്ള ഷൂട്ടിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്യുന്നതല്ല. അപ്പോൾ ഞാനിപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യാണ്ട് കുറേ ആയില്ല. അപ്പോൾ അതുകൊണ്ട് ശരിക്കുള്ള ബസ്സിൻ്റെ ചാർജും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പം സോ ഗൈസ്, ഫൈനലി ഐ ഗോട്ട് ഇറ്റ് മൈ ടിക്കറ്റ് ടു ചെർക്കള 20 rupees ടിക്കറ്റ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെർക്കള എത്തിയിട്ടുണ്ട്. ഞാനെൻ്റെ ടെൻ്റെല്ലാം എടുത്തിട്ട് ഇറങ്ങുകയാണ്. ഇതിപ്പോൾ ബസ് സ്റ്റാൻഡ് ഭാഗത്തോട്ട് പോകുന്നില്ല. കുറച്ച് കയറിക്കണം. അപ്പോൾ ഈ ഒരു സ്പോട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ആ ഭാഗത്തായിരിക്കും നമ്മൾ നിൽക്കേണ്ടത്. അസ്സലാമു അലൈക്കും. സുഖം? എന്തിന്റെ പരിപാടി? ഭാഗത്തോട്ട് വന്നൊരു ബസ് വന്നിട്ട് നമുക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോയി നോക്കാം. കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ
അപ്പോൾ ഇതിൽ സീറ്റ് കിട്ടിയെങ്കിൽ നമുക്ക് കയറാം, ഇല്ലെങ്കിൽ നമുക്ക് വിടാം. ഡ്രൈവർ സീറ്റിൻ്റെ ഓപ്പോസിറ്റുള്ള സീറ്റ് മുഴുവനും ലേഡീസ് കീഴടക്കിയിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ആ ഒരു ഭാഗത്തു നിന്നുകൊണ്ട് വീഡിയോസ് ഈ ഒരു ബസ്സിൽ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. യാത്രയിൽ വഴി നീളെ കാണുന്നത് റോഡ് വർക്കിംഗ് പ്രോഗ്രസ് ആണ്. നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ബ്രിഡ്ജാണ് തെക്കിലെ ബ്രിഡ്ജ്. ഇവിടുത്തെ റിവറിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നല്ല മനോഹരമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഒറ്റ നോട്ടത്തിലാണെങ്കിൽ ഇതൊരു വളപട്ടണം പാലത്തിൻ്റെ ഒരു സിമിലാരിറ്റിയാണ് എനിക്ക് തോന്നുന്നുള്ളത്. ഈ ഒരു ബ്രിഡ്ജിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യൂ. നമ്മുടെ നാടിൻ്റെ വികസനത്തിനെ കുറിച്ച് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. കാരണം ശരിക്കും പറഞ്ഞാൽ റോഡിൽ തന്നെ ഇറങ്ങാൻ വല്ലാത്തൊരു പേടിയാണ്. ഒരുപാട് ടിപ്പർ ലോറികളും കാര്യങ്ങളും അവരുടെ മൊബൈലുള്ള സംസാരങ്ങളോട് കൂടിയുള്ള അവരുടെ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല പോലെ നമുക്ക് പേടിയാവുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 1-2 മഴ ശരിക്കും പെയ്ത് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എത്ര നമുക്ക് ടൂ വീലറും കാര്യങ്ങളും ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കിടക്കുന്നുണ്ട്. ഈ ഒരു ജംഗ്ഷന് പൊയിനാച്ചി ജംഗ്ഷൻ എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ കണ്ട് എത്ര പേർക്ക് അറിയാം? ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പണി കാരണം നമുക്ക് റോഡ് തന്നെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ കാണുന്ന റോഡ് ഉണ്ടല്ലോ, ഇതുവഴി നമുക്ക് ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ പോകുന്ന ചുള്ളിക്കര ഭാഗത്തോട്ട് എത്താൻ പറ്റുന്ന മറ്റൊരു റൂട്ടും കൂടിയാണ് ഇപ്പോൾ ഇത്. കൊട്ടിയൂർ ആ ഭാഗത്തോട് കൂടി നമുക്ക് ചുള്ളിക്കര ഭാഗത്തോട്ട് എത്താൻ കഴിയും, കുറ്റിക്കോൽ വഴി. അങ്ങനെ ഞാൻ മാവുങ്കാൽ ജംഗ്ഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ശരിക്കും ഈ ജംഗ്ഷൻ തന്നെ എനിക്ക് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ഈ റോഡ് പണി കാരണം. പാണപ്പൂർ ബസ്സാണ് ഈ ഒരു ഭാഗത്തോട്ട് ഉള്ളത്. സർവീസ് അടിക്കുന്ന ബസ്സാണ് പാണപ്പൂർ ബസ്. അപ്പോൾ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കണ്ടക്ടർക്ക് നല്ല വിവരമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് മുൻവശത്ത് ഡ്രൈവർ ഓപ്പോസിറ്റുള്ള ആ സീറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് തരണം വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം ഒന്നും നോക്കിയില്ല, ആ ലേഡീസിന് ലേശം കുറച്ച് ഇങ്ങോട്ട് ഇരുത്തിൻ്റെ ശേഷം. ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള കണ്ടക്ടറും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. പിന്നെ എനിക്ക് എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അതിന് ഒരു വീഡിയോയുടെ ഞാൻ ഒന്നും കൂടി അദ്ദേഹത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. ഈ കാഞ്ഞങ്ങാട് കണ്ണൂർ ഈ ഭാഗത്തോട്ട് പോകുന്ന ബസ്സിലെല്ലാം ഫുൾ ടൈം പാട്ടാണ്. കൂടാണ്ട് ഒരുപാട് ബസ്സുകൾ അലങ്കരിച്ച് നമുക്ക് കാണാൻ കഴിയും, നിറയെ പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഏതായാലും ബസ്സിന്റെ ഡ്രൈവർ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേര് നിഖിൽ ചെന്നാണെന്ന് പറഞ്ഞത്. പിന്നെ പുള്ളിയാണെങ്കിൽ വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്തത് പോലെ എനിക്ക് തോന്നി. കൂടുതൽ ഞാൻ ചോദിക്കാനൊന്നുമില്ല. Away.
ഇപ്പോൾ നമ്മൾ പാറപ്പള്ളി മക്കാമിൻ്റെ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ആ ഇടതുവശത്ത് കാണുന്നതാണ് പാറപ്പള്ളി. ഇനി നെക്സ്റ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത് വടയഞ്ചാൽ, പിന്നീട് നമുക്ക് കിട്ടാൻ പോകുന്നത് ചുള്ളിക്കര. ഈ ഒരു ബസ്സിൻ്റെ അകത്ത് നിന്ന് ഫുൾ വീഡിയോ എടുക്കാൻ സപ്പോർട്ട് ചെയ്ത ഈ അശ്വനാഥ് എന്ന് പറഞ്ഞ ബ്രോ ആണ്. നല്ലൊരു വ്യക്തിയാണ് ഇദ്ദേഹം. മാവുങ്കാലിൽ നിന്നും ചുള്ളിക്കര ഭാഗത്തോട്ട് ബസ് ടിക്കറ്റ് ചാർജ് 30 രൂപയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഫൈനലി ചുള്ളിക്കര ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ വന്ന ബസ്സാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പം നേരെ പോകുന്നത് പാണത്തൂർ ഭാഗത്തോട്ടാണ്. പാണത്തൂർ ഭാഗത്തു നിന്നും കർണാടക സ്റ്റേറ്റായ മടിക്കേരി ഭാഗത്ത്, അതുപോലെ തന്നെ ജാൽസൂർ, സുള്യ, വിട്ല, പുത്തൂർ, മംഗലാപുരം, പിന്നെ മടിക്കേരി നിന്ന് നേരെ മൈസൂർ ഭാഗത്തോട്ട്, അങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയും. നിങ്ങൾ ഈ കാണുന്നത് ബേളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു വെയിറ്റിംഗ് ഷെഡാണ്. ഇവിടെ നിന്ന് പാണത്തൂര് പോകുന്ന വഴിയിൽ നമ്മൾ പനത്താടിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്ക് നേരെ റാണിപുരം ഭാഗത്തോട്ട് പോകാൻ കഴിയും. നമ്മുടെ ഈ ഒരു വെയിറ്റിംഗ് ഷെഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ ഒരു ചേട്ടന് ലോട്ടറി കടയൊക്കെ വെച്ചിട്ട് വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തെയും കൂടി ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു 9 വർഷമായി അവിടെ ലോട്ടറി ടിക്കറ്റും കാര്യങ്ങളൊക്കെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ചെറിയൊരു സർവത്ത് കാര്യങ്ങളെല്ലാം ആക്കുന്ന മറ്റൊരു ചേട്ടനും കൂടി ഉണ്ട്. അതാണ് നമ്മുടെ വേലായുധൻ ചേട്ടൻ. പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്തുള്ള ട്രാഫിക് പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ രാജപുരം പരിധിയിൽ പെട്ടതാണ്. തൊട്ടു മുമ്പുള്ള ഈ ഒരു ഓട്ടോ സ്റ്റാൻഡ് നമ്മുടെ ചുള്ളിക്കര ഭാഗത്തുള്ള ഒരു ഓട്ടോ സ്റ്റാൻഡും കൂടിയാണ്. ഇവിടെ ഒരുപാട് ചേട്ടന്മാർ ഒരു മരത്തിൻ്റെ അടിയിൽ നിന്ന് ഒരുപാട് കുത്തലും ബലിക്കലൊക്കെ കാണുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായി, അതിൽ നല്ലൊരു ചുവപ്പ് കളറോട് കൂടിയിട്ടുള്ള നല്ലൊരു പഴം. അപ്പോൾ അതവരിങ്ങനെ വളരെ ടെക്നിക്കലായിട്ടാണ് അവരുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. ആ ഒരു പഴം പറിക്കുന്ന രീതി കണ്ടപ്പോൾ ഞാൻ ശരിക്കും കുറച്ച് സമയം അതൊന്ന് ഞാൻ നോക്കി നിന്ന് പോയി. കാരണം ഒരു PVC പൈപ്പിൻ്റെ അറ്റത്തായിട്ട് ഒരു വാട്ടർ ബോട്ടിൽ സെറ്റ് ചെയ്തതിന് ശേഷം അതുവഴി ആ പഴത്തിലോട്ട് കുത്തിയാൽ പിന്നീട് അതിൽ നിന്ന് നേരെ പൈപ്പ് വഴിയായിട്ടാണ് ആ ഒരു പഴം നമ്മുടെ കൈകളിലോട്ട് എത്തുന്നത്. അപ്പോൾ ആ പഴത്തിൻ്റെ പേരും ആ മരത്തിൻ്റെ പേരൊക്കെ ഞാൻ അവരോട് ചോദിച്ചു. പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. പക്ഷെ അവർ ഒരുപാട് കാലമായി ആ ഒരു പഴം തിന്നുന്നെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഞാനും കൂടി 2 എണ്ണം തിന്നു നോക്കാമെന്നുള്ള ആ ഒരു പ്ലാനോട് കൂടിയിട്ട് ഈ ഒരു ചേട്ടന് പറിക്കുന്നതും കാത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. സംഭവം പഴം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മരം കാഞ്ഞങ്ങാട് ഭാഗത്തൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട്. ഈ ഒരു പഴമാണ് കണ്ടോ, കാണാൻ നല്ലൊരു പിങ്ക് കളറോട് കൂടിയിട്ടുള്ള ഈ ഒരു പഴം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പോൾ 2 ചേട്ടന്മാർ എനിക്ക് 2 പഴം തന്നിട്ടുണ്ട്. ഏതായാലും ഇതൊന്ന് കഴിച്ചു നോക്കാം. ചേട്ടനോട് ഞാൻ ചോദിച്ചപ്പോൾ ഇത് കഴിച്ചാൽ വല്ല കുഴപ്പമുണ്ടാവുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാലും ഒരിക്കലും വടിയാവേണ്ടതല്ലേ. ഏതായാലും അവരുടെ വാക്കുകളായിട്ട് ഞാൻ ഈ ഒരു പഴം ഭക്ഷിച്ചു നോക്കി. ശരിക്കും പറഞ്ഞെങ്കിൽ വല്ലാത്ത ഒരു മധുരമായിരുന്നു ഈ ഒരു പഴത്തിന്. തിന്നു കഴിഞ്ഞാൽ പിന്നെയും തിന്നണം എന്നുള്ള ആ ഒരു തോന്നൽ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പഴം ഞാൻ 1 കിലോ ഒറ്റ ഇരിപ്പിന് ഞാൻ തിന്നും എന്നാണ്. കൂടാണ്ട് എനിക്ക് ഈ ഒരു മധുരം വല്ലാത്തൊരു ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ആ ചേച്ചിൻ്റെ ഈ ചെറിയൊരു തട്ടുകടയിൽ നിന്ന് ഞാനിപ്പോൾ ഈ കഴിക്കുന്നുള്ള ഈ ഒരു സുഖി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നിങ്ങളെല്ലാവരും ഇത് കഴിച്ചിട്ടുണ്ടാകുന്നതാണ് എനിക്ക് തോന്നുന്നത്. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഫ്രഷ് ചൂടോട് ഉള്ളൊരു സാധനമാണ്. ഇത് ഫുള്ള് ഫില്ല് ചെയ്തിട്ടുണ്ട് നമ്മളെ പച്ചപ്പയറല്ല. പിന്നെ ടെൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ ആ ഒരു ഭാഗത്തോട്ടുള്ള ഒരു ചേച്ചീൻ്റെ കടയിലോട്ട് ഞാൻ വെച്ചതിൻ്റെ ശേഷമാണ് ഈ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഈ ഒരു വെയിറ്റിംഗ് ഷെഡിൽ ഞാൻ കുറച്ചിങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഒരു മരത്തിൻ്റെ ലോഡ് വരുന്നത് ഉണ്ടെന്നോ പാണപ്പൂർ ഭാഗത്തുനിന്ന്.
സമയങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതും കൂടി ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നൊരു കാരണം എന്താ പറഞ്ഞില്ല, ഈ ഒരു ഭാഗത്തുള്ള ബസ് സമയം കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അതൊരു ഉപകാരമായിക്കോട്ടെ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് കൊണ്ടാണ്. കൊണ്ടം വഴി പോയിനാറ്റി കുത്തിക്കോല് ബന്തെടുക്കാം വെള്ളരി കൊണ്ട് മംഗലാപുരം വള്ളത്തുംകാൽ പോയിനാറ്റി. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചൻ്റെ എന്നുള്ള ജുമാ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്ന പള്ളിയും കൂടി ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പൂവത്തുൽ ഇസ്ലാം ജുമാ മസ്ജിദ് ചുള്ളിക്കര. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ടാണ് നമ്മളെ പള്ളിയുണ്ട്. അത്യാവശ്യം മാഷാഅല്ലാഹ് നല്ല വലിയൊരു പള്ളിയാണ്. നമുക്ക് ഇവിടുന്നാണെങ്കിലും ശരിക്കും കാണാൻ പറ്റും. സോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വെള്ളിയാഴ്ച പള്ളി നല്ല ഇറങ്ങി ജുമാ നിസ്കാരം. ഏതായാലും ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചതിൻ്റെ ശേഷം യാത്ര തുടങ്ങാമെന്നുള്ള രീതിയിൽ ഞാൻ തൊട്ടടുത്തുള്ള ചെറിയൊരു ക്യാൻറ്റീനിലോട്ട് കയറിയിട്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലാനിങ്ങിലായിരുന്നു. അപ്പോൾ തൊട്ടടുത്തുള്ള അദ്ദേഹത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? എങ്കിലാ ഞാൻ തന്നെ പറയാം, അത് എൻ്റെ അനിയനാണ്, ഖാദർ. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് ബിരിയാണി വാങ്ങിയിട്ടുമ്പോൾ അവനാണെങ്കിൽ ലെഗ് പീസ് വേണ്ട. അപ്പം ഞാനത് ഷിഫ്റ്റ് ചെയ്ത് അത് ഞാൻ വാങ്ങി എൻ്റെത് അവന് കൊടുത്തു. ഉച്ചഭക്ഷണമെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ തൊട്ടടുത്തുള്ള നമ്മുടെ ചേച്ചിയുടെ കടയിൽ കയറിയിട്ട് എൻ്റെ ബാഗും ടെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഇതാ നിങ്ങൾ ഈ കാണുന്ന കൊട്ടിയോടി റൂട്ടിലൂടെ ഞാനൊന്ന് നടക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ ഒരു റൂട്ടൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ. അപ്പോൾ തൊട്ടടുത്തിട്ട് ഒരുപാട് മലഞ്ചരക്ക് കടകളും കാര്യങ്ങളൊക്കെ ആക്റ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ ഒരു റൂട്ടിലൂടെ നമുക്ക് നേരെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോയിക്കാനം, കുറ്റിക്കോൽ, ബന്തെടുക്ക, പാണ്ടി, പടപ്പ്, പൊയിനാച്ചി അങ്ങനെ പല ഭാഗങ്ങളിലോട്ടായി നമുക്ക് കയറാൻ പറ്റും. പിന്നെ ഇവിടുന്ന് കുറച്ച് കുറ്റിക്കോൽ അങ്ങോട്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആനകളുടെ ശല്യം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാത്രിയെല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം ആ ഒരു റൂട്ടിലൂടെ പോകാൻ വേണ്ടിയിട്ട്. ആന റോട്ടിൽ ഇറങ്ങി കറക്കുന്നുണ്ട്. നമുക്കിടയിൽ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള കാഞ്ഞങ്ങാട് ടൗണിൻ്റെ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തോട്ടാണ് ഞാനിപ്പോഴുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് ലൈറ്റ് മോട്ടോഴ്സും കാര്യങ്ങളൊക്കെ പാർക്ക് ചെയ്തതായിട്ട് കാണാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിലവിൽ ഇതൊരു പാർക്കിംഗ് ഏരിയ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തോട്ട് നിലവിൽ ബസ്സോ കാര്യങ്ങളൊന്നും കയറുന്നില്ല. ഇതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയത്. അപ്പോൾ ബസ് കാര്യങ്ങളൊക്കെ പാസഞ്ചറിനെ പുറത്തോട്ട് ഇറക്കിയതിൻ്റെ ശേഷം ഇനിയിപ്പോൾ നമ്മൾ കാസർഗോഡ് ഭാഗത്താണെങ്കിലും ചെർക്കളം ഭാഗത്തോട്ടാണെങ്കിലും പാണത്തൂർ ഭാഗത്തോട്ടാണെങ്കിലും നമുക്ക് ഈ ഒരു റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നിൽക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഭാഗത്തോട്ടാണ് ബാക്കി ബസ്സും കാര്യങ്ങളൊക്കെ നിർത്താറുള്ളത്. അപ്പോൾ നമുക്ക് കാസർഗോഡിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വലിയ ഒരു ടൗണും കൂടിയാണ് നമ്മുടെ കാഞ്ഞങ്ങാട് ടൗൺ. പിന്നെ നമുക്ക് ഈ ഒരു സീബ്ര വരയിലൂടെ റോഡൊന്ന് ക്രോസ് ചെയ്യാം. പിന്നെ ഒരുപാട് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതിലൂടെ നേരെ കയറിയിട്ട് അപ്പുറത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബസ്സും കാര്യങ്ങളൊക്കെ അവിടെ വന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ഹ്യൂജ് ക്രൗഡാണ് നമ്മുടെ കാഞ്ഞങ്ങാട് ഏരിയയിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുള്ളത്. പിന്നെ നമ്മുടെ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരുണ്ട്? ഒരുപാട് കോളേജ് സ്റ്റുഡൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ട് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് തംസപ്പ് ആയിട്ട് അവർ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ ബാക്ക് സൈഡ്. അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു, നമ്മുടെ ഈ ചുള്ളിക്കര എക്സ്പ്ലോറിൻ്റെ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് വീഡിയോസ് മുഴുവനും കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്ത് എൻ്റെ നല്ലവരായിട്ട് സുഹൃത്തുക്കൾക്ക് ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയുമായി നമ്മൾ കണ്ടുമുട്ടുന്നതായിരിക്കും. ഇന്നത്തെ നമ്മളുടെ എക്സ്പ്ലോറിങ്ങും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മൂന്നാർ ആ ഒരു ഭാഗത്തോട്ടാ മറ്റായിരിക്കും. അത് നിങ്ങൾ വീഡിയോയുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കാൽക്കുലേഷൻ ചെയ്തായിരിക്കും പിന്നീടുള്ള എൻ്റെ യാത്രയും കാര്യങ്ങളൊക്കെ. Okay, my dear friends, thanks for watching.